എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലു അർജുൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ, പുതിയ അപ്ഡേറ്റ്സുകൾ തെലങ്കാനയിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് രേവന്ത് റെഡ്ഡിയിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം രേവന്ത് റെഡ്ഡിക്ക് അല്ലു അർജുനോടുള്ള ദേഷ്യമാണ്, പകയാണ് എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും സംഭവം. ഇപ്പോൾ തെലങ്കാനയിൽ നിന്ന് വരുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലു അർജുൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ അറസ്റ്റിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണ്. അത് പറഞ്ഞുതരാം. അവർ പറയുന്ന തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രാഹുൽ ഗാന്ധി 2023 രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ ഒരു കൂട്ടൻ റാലി സംഘടിപ്പിച്ചിരുന്നു. തെലങ്കാന അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടൻ റാലി സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ കൂട്ടൻ റാലിയിൽ അല്ലു അർജുനെ രാഹുൽ ഗാന്ധിയുടെ PA നേരിട്ട് വിളിച്ചുവെന്നും അദ്ദേഹം ഫോൺ എടുത്ത് വരാൻ താല്പര്യമില്ല എന്ന രീതിയിൽ സംസാരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് PA വിളിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി നേരിട്ട് അല്ലു അർജുനെ വിളിച്ചിട്ട് പോലും അല്ലു അർജുൻ ആ റാലിയിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. അതൊരു റീസൺ. രാഹുൽ ഗാന്ധിക്ക് അല്ലു അർജുനോടുള്ള ദേഷ്യത്തിന് നീരസത്തിന് കാരണം അതൊരു റീസൺ. പിന്നെ അത് മാത്രമല്ല, തെലങ്കാനയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ട് ചെയ്തത്, അവിടെ അസംബ്ലി ഇലക്ഷന് വേണ്ടി ഫണ്ട് ചെയ്തത് അവിടെയുള്ള വൻകിട വ്യവസായികളായിരുന്നു. ഈ തെലങ്കാന ഹൈദരാബാദ് ആന്ധ്ര കേന്ദ്രീകരിച്ചുള്ള വൻകിട വ്യവസായികളായിരുന്നു ഇവർക്ക് കോൺഗ്രസിന് ഫണ്ട് ചെയ്തത്, രേവന്ത് റെഡ്ഡിക്ക് വേണ്ടി ഫണ്ട് ചെയ്തത്. അതായത് രേവന്ത് റെഡ്ഡിയുടെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്. ആ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നത്. അതായത് പാർട്ടി ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള ബിസിനസ് ആൾക്കാരായിരുന്നു. അവർ പ്രത്യേക താല്പര്യം മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസിന് ഇലക്ഷൻ ഫണ്ട് കൊടുത്തത്. അതായത് നമുക്കറിയാം, കേരളത്തിലാണെങ്കിലും ഓരോ പാർട്ടിക്കും വ്യവസായികൾ ഇലക്ഷൻ സമയത്ത് പാർട്ടി ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കും, ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ. അതായത് അത് വെളിപ്പെടുത്താൻ പറ്റാത്ത അത്രയും തുകയുണ്ടാവും. അതായത് അവരാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആൾക്കാർ പാർട്ടി അധികാരത്തിൽ വരുന്നവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പല ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഫണ്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തെലങ്കാനയുടെ വ്യവസായികളുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പല ആൾക്കാരും ഫിലിം മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് തെലങ്കാന ആന്ധ്ര രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയും പൊളിറ്റിക്സും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഏകദേശം തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അവിടെയും തെലുങ്ക് ബെൽറ്റിലും. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്ക് സിനിമ പിടിച്ചെടുക്കുക എന്നൊരു അജണ്ട ഇവർക്കുണ്ടായിരുന്നു. അതായത് രേവന്ത് റെഡ്ഡിക്കും ആ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ രേവന്ത് റെഡ്ഡി തെലുങ്ക് പടത്തിന് വേണ്ടി ഇൻഡയറക്റ്റായിട്ട് ഫിനാൻസ് ചെയ്യുന്നുണ്ട്. പല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രേവന്ത് റെഡ്ഡിയാണ് ഫിനാൻസ് ചെയ്യുന്നത്. അത് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അങ്ങനത്തെ ആക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ചുറ്റിപ്പറ്റി നടക്കുന്ന വ്യവസായികൾ, അതായത് രാഹുൽ ഗാന്ധിൻ്റെ അടുപ്പക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമമുണ്ട്. അപ്പോൾ അതിനൊരു വിഘാതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഗാ ഫാമിലിയാണ്. ഈ മെഗാ ഫാമിലി എന്ന് വെച്ചാൽ ചിരഞ്ജീവിയുടെ ഫാമിലി. അപ്പോൾ ചിരഞ്ജീവിയുടെ മരുമകനാണ് അല്ലു അർജുൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പവൻ കല്യാൺ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം ഇത്തരത്തിലെ ആൾക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ പറ്റുന്നില്ല. അവരെ കള്ളപ്പണം വെളുപ്പിക്കൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. അതുമാത്രമല്ല, അല്ലു അർജുനെ വെച്ച് ഇത്തരം പ്രൊഡ്യൂസേഴ്സ് കുറേ പടങ്ങൾ ചെയ്യാൻ വേണ്ടി സമീപിച്ചിരുന്നു. പക്ഷേ അല്ലു അർജുൻ അത് നിരസിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കൂടിയുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചിട്ട് പോലും അല്ലു അർജുൻ മൈൻഡ് ചെയ്തില്ല. രാഹുൽ ഗാന്ധിയായിട്ട് വേദി പങ്കിടാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് അന്ന് അല്ലു അർജുൻ കൊടുത്തത്. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് ശരിക്കും. അതായത് ഇതാണ് റീസൺ. അതായത് ഈ ഒറ്റ കാരണമാണ് അല്ലു അർജുൻ ഒരു പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി രേവന്ത് റെഡ്ഡിക്ക് ഒരു നിർദ്ദേശം നൽകിയ തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ തെലങ്കാനയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലു അർജുൻ്റെ അറസ്റ്റിന് പിന്നിൽ രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് രാഹുൽ ഗാന്ധിക്കും അല്ലു അർജുനോട് ഒരു ദേഷ്യമുണ്ട്. അതായത് താൻ നേരിട്ട് വിളിച്ചിട്ട് പോലും തന്നെ വരാൻ കൂട്ടാക്കിയില്ലാത്ത ഒരാളെ ഒരു പണി കൊടുക്കണം തന്നെ രാഹുൽ ഗാന്ധി ചിലപ്പോൾ വിചാരിച്ച് കാണും. അതുമാത്രമല്ല, തന്നെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്ന ഇലക്ഷന് വേണ്ടി ഫണ്ട് ചെയ്ത ഈ വ്യവസായികൾക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്തു. അതായത് അവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവന്മാർക്ക് ഈ മെഗാ ഫാമിലിക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് അവർ ഓങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ പവൻ കല്യാൺ വന്നതിന് ശേഷമാണ് ഇവർ ഇത്തിരി ഒന്ന് അടങ്ങിയത്. പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അവരൊന്ന് അടങ്ങിയത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ മെഗാ ഫാമിലിക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ സൈബർ ആക്രമണവും ഓൺലൈൻ അവർക്കിതിലെ ക്യാമ്പയിനും ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരെ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഇവർ നെഗറ്റീവ് ക്യാമ്പയിനായിട്ട് ഇവർക്ക് പൈസ കൊടുത്ത് പടത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ ഇറക്കുന്ന ഒരു പരിപാടി ഇത്തരത്തിൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ഫിലിം ഇൻഡസ്ട്രി പിടിച്ചെടുക്കണം. ഇതൊക്കെയാണ് അല്ലു അർജുൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച അന്തർനാടകങ്ങൾ. ശരിക്കും അതൊരു കാരണമായി. അതായത് അല്ലു അർജുൻ പുഷ്പ 2 കണ്ടിറങ്ങുമ്പോൾ അവിടെ ആൾക്കാർ തടിച്ചു കൂടുകയും അവിടെ തിക്കിലും തിരക്കിലും വിട്ട് ഒരു സ്ത്രീ മരിക്കുകയും അതൊരു കാരണം മാത്രമാണ്. തെലങ്കാന പോലീസ് അല്ലു അർജുൻ്റെ വീട്ടിലെത്തി ബെഡ്റൂമിൽ
ബെഡ്റൂമിൽ ചെന്നാണ് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തത്. അതാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണേ. അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലു അർജുനെ എന്താ പറയുക, വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാം. പക്ഷേ ബെഡ്റൂമിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കടന്നുപോയി. ബെഡ്റൂമിൽ കയറി അറസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കടന്നുപോയി. അപ്പോൾ ഇവർക്ക് മനഃപൂർവ്വം തെലങ്കാന പോലീസ് മനഃപൂർവ്വം തന്നെയാണ് ഇത് അല്ലു അർജുൻ വീട്ടിൽ ബെഡ്റൂമിൽ കയറി അറസ്റ്റ് ചെയ്തത്. പക്ഷേ യഥാർത്ഥ കാരണം ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിക്കും അതിൽ പങ്കുണ്ടു എന്നാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വരും. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് സത്യാവസ്ഥ അറിഞ്ഞ് മറ്റു പ്രമുഖ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.